ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തന പുസ്തകങ്ങൾ 81, 88, 92, 93 അധ്യായങ്ങളാണ്. 2 ശമൂവേലിൻ്റെ കാലക്രമാനുസൃതമായ വായന തുടരുമ്പോൾ ഇന്നത്തെ വായന വീണ്ടും സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. 2 ശമൂവേൽ ദാവീദിൻ്റെ രാജത്വത്തിൻ്റെ ബാഹ്യ സംഭവങ്ങൾ, അവൻ്റെ വിജയങ്ങൾ, ഭരണനിർവഹണം, ഇസ്രായേലിൻ്റെ വ്യാപനം, അവൻ്റെ ഭരണകാലത്തെ പ്രതിസന്ധികൾ എല്ലാം രേഖപ്പെടുത്തുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ അതേ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ ആന്തരിക ആത്മീയ ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. 1 ദിനവൃത്താന്തം പുരോഹിതൻ്റെ കാഴ്ചപ്പാടാണ് നൽകുന്നത്, എന്നാൽ സങ്കീർത്തനങ്ങൾ ആരാധകൻ്റെ കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. ദാവീദ് രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ആരാധനയെയും സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ ആരാധനയുണ്ടായിരുന്നു. ഓരോ യുദ്ധത്തിൻ്റെയും പിന്നിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഓരോ ഭൗമിക സിംഹാസനത്തിൻ്റെയും പിന്നിൽ സ്വർഗത്തിൻ്റെ പരമാധികാരിയായ രാജാവ് ഉണ്ടായിരുന്നുവെന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 81-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റേതല്ല, ആസാഫിൻ്റേതാണെങ്കിലും ദാവീദിൻ്റെ ഭരണകാലവുമായി വളരെ മനോഹരമായി യോജിച്ച് നിൽക്കുന്നു. ദാവീദ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ദേശീയ ആരാധന ക്രമീകരിച്ചിരുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നുവെങ്കിലും സങ്കീർത്തനം 81 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുസരണയില്ലാത്ത ഹൃദയത്തോടെ നടത്തുന്ന മതാചാരങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ല എന്നതാണ്. ദൈവം പറയുന്നു, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ദാവീദ് രാജ്യത്തെ ബാഹ്യമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തെ ആന്തരികമായി ശക്തിപ്പെടുത്തുവാനായിരുന്നു ആഗ്രഹിച്ചത്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഫെലിസ്ത്യരായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതിരുന്ന ആത്മീയ ബധിരതയായിരുന്നു. ഈ മുന്നറിയിപ്പ് ഇന്നത്തെ സഭയ്ക്കും ഒരുപോലെ പ്രസക്തമാണ്. സങ്കീർത്തനം 88 ദാവീദ് ദൈവാലയത്തിലെ സംഗീത ശുശ്രൂഷയ്ക്കായി നിയമിച്ച പ്രധാന ഗായകരിൽ ഒരാളായ എസ്രാഹ്യനായ ഹേമാൻ രചിച്ചതാണ്. ഈ ബന്ധം വളരെ മനോഹരമാണ്. 2 ശമൂവേൽ ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ വിജയങ്ങൾ വിവരിക്കുമ്പോൾ സങ്കീർത്തനം 88 ആരാധനയ്ക്ക് നേതൃത്വം നൽകിയവരുടെ ജീവിതത്തിലും ആഴമായ ദുഃഖത്തിൻ്റെ കാലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറമെ രാജ്യം മഹത്വത്തോടെ കാണപ്പെട്ടിരുന്നുവെങ്കിലും വിശ്വസ്തരായ ദൈവമക്കൾ വ്യക്തിപരമായ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്നു. ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന സത്യം ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന കാലത്ത് പോലും ചില വിശുദ്ധന്മാർ ഇരുണ്ട താഴ്വരകളിലൂടെ നടന്നിരുന്നു. 92-ാം സങ്കീർത്തനത്തിൽ 2 ശമൂവേലിൽ നാം കാണുന്നത് പോലെ ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ കീഴടക്കി കൊടുത്ത ശേഷം ദാവീദ് സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും ഒരു കാലഘട്ടം അനുഭവിച്ചു. സങ്കീർത്തനം 92 ആ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സ്തുതിക്കുകയും നിരന്തരമായി നന്ദിയുള്ള ആരാധനയിലേക്ക് ദൈവജനത്തെ വിളിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ ഭരണകാലം നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധവിജയങ്ങൾ അന്തിമ ലക്ഷ്യമല്ല എന്നതാണ്. വിജയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആരാധനയാണ്. ദൈവം ഇസ്രായേലിന് സമാധാനം നൽകിയത് അവർ സുഖമായി ജീവിക്കുവാൻ മാത്രമല്ല, അവർ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കേണ്ടതിനാണ്. ഇന്നും വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതേ സത്യം നിലനിൽക്കുന്നു. 93-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 ശമൂവേലിൽ ഉടനീളം നാം ആവർത്തിച്ച് വായിക്കുന്നത് ദാവീദ് വാണു എന്നുള്ളതാണ്. എന്നാൽ സങ്കീർത്തനം 93 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദാവീദിൻ്റെ സിംഹാസനത്തിന് മീതെ മറ്റൊരു സിംഹാസനം ഉണ്ടെന്നതാണ്. യഹോവ വാഴുന്നു. ദൈവം രാജാവായിരുന്നതിനാലാണ് ദാവീദ് രാജാവായത്. ഭൗമിക ഭരണാധികാരികൾ വരുന്നു പോകുന്നു. ദാവീദ് തന്നെയും പിന്നീട് പാപത്തിൽ വീണു, വാർദ്ധക്യത്തിലെത്തി മരണത്തിന് കീഴടങ്ങി. എന്നാൽ സങ്കീർത്തനം 93 വെളിപ്പെടുന്ന രാജാവ് ഒരിക്കലും മാറുന്നില്ല. ഈ സങ്കീർത്തനം 2 ശമൂവേലിൻ്റെ ഈ ഭാഗത്തിന് ശക്തമായ ഒരു ദൈവശാസ്ത്രപരമായ സമാപനം നൽകുന്നു. ഇസ്രായേൽ ദാവീദിൻ്റെ രാജ്യം ആഘോഷിക്കുമ്പോഴും നമ്മുടെ ദൃഷ്ടി എപ്പോഴും ദാവീദിനപ്പുറമുള്ള എന്നേക്കും സ്ഥാപിതമായ സിംഹാസനത്തിൽ വാഴുന്ന നിത്യരാജാവിലായിരിക്കണം. ഈ 4 സങ്കീർത്തനങ്ങൾ ചേർന്ന് ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ആത്മീയ ഹൃദയസ്പന്ദനത്തെ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 81 നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ ഉടമ്പടി ജനത്തെ അനുസരണത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 88 ദൈവത്തിൻ്റെ വിശ്വസ്തരായ ദാസന്മാർക്കും ഇരുളിൻ്റെ കാലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 92 ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മറുപടിയായി ദൈവജനം സന്തോഷത്തോടെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 93 എല്ലാ ഭൗമിക രാജ്യങ്ങൾക്കും മീതെ ദൈവത്തിൻ്റെ നിത്യരാജ്യം നിലനിൽക്കുന്നു.
അതുകൊണ്ടാണ് കാലക്രമാനുസൃതമായ ബൈബിൾ വായനയിൽ ചരിത്രത്തിനിടയിൽ സങ്കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. എന്നാൽ ആ സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവജനം എന്താണ് പാടിയത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എന്താണ് അനുഭവിച്ചത്, എന്താണ് വിശ്വസിച്ചത് എന്നത് സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കാലക്രമാനുസൃതമായ ബൈബിൾ വായന അത്യന്തം സമ്പുഷ്ടമാണെന്നാൽ നാം ഇസ്രായേലിൻ്റെ ചരിത്രം മാത്രം വായിക്കുന്നില്ല. ആ ചരിത്രം രൂപപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ അവരുടെ ആരാധനയിലേക്കും പോരാട്ടങ്ങളിലേക്കും വിശ്വാസയാത്രയിലേക്കും നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള കാര്യങ്ങൾ: ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം തേടുന്നവനാണോ, അതോ അവിടുത്തെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുന്നവനോ? എൻ്റെ ആത്മവിശ്വാസം മാറിമറിയുന്ന സാഹചര്യങ്ങളിലാണോ അധിഷ്ഠിതമായിരിക്കുന്നത്, അതോ ഒരിക്കലും മാറാത്ത ദൈവത്തിൻ്റെ നിത്യ സിംഹാസനത്തിലാണോ? ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.